സർപ്രൈസ് എന്താണെങ്കിലും ശരിക്കും ഞെട്ടിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് വരുന്നത്. അന്റോണിയോ ലോപ്പസ് ഹബാസ് ടു ഇന്റർ കാഷി, അതായത് ഇന്റർ കാഷിയുടെ പരിശീലകനായിട്ട് അടുത്ത സീസണിൽ ഉണ്ടാകുന്നത് മറ്റാരുമല്ല അന്റോണിയോ ലോപ്പസ് ഹബാസ് എന്ന് പറയുന്ന ISL തന്നെ നമുക്കറിയാമല്ലോ ഏറ്റവും ഒരു സക്സസ് കണ്ടെത്തിയിട്ടുള്ളൊരു പരിശീലകൻ തന്നെയാണ്. 3 ട്രോഫീസ് ഉണ്ട്. അതുപോലെ നമ്പർ ഓഫ് മാച്ചസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിലും അദ്ദേഹം നമുക്കറിയാം 2014 ആദ്യമായിട്ട് ISL വരുന്നത്. അത് തൊട്ടിപ്പം കഴിഞ്ഞ 10ാമത്തെ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ലീഗ് ടൈറ്റിൽ വരെ അടിക്കാൻ സ്വന്തമാക്കി ആ ഒരു സക്സസ് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നൊരു പരിശീലകനാണ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഇന്റർ കാഷി, അതായത് ഒരു ലീഗ് ക്ലബിൻ്റെ പരിശീലകനാകുമ്പം ചിലർക്കെങ്കിലും സംശയം ഉണ്ടാകും, എന്താണ് അദ്ദേഹം ISL നിന്ന് ലീഗിലേക്ക് പോകുന്നത്, അദ്ദേഹത്തിന് ISL മറ്റ് ക്ലബ്സ് ഒക്കെ അപ്രോച്ച് ചെയ്യില്ല, അത് ചൂസ് ചെയ്തു. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് എന്താണെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടാകും, കാരണം അതേപോലത്തെ ഒരു സക്സസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇന്റർ കാഷിയുടെ ഒരു പുതിയ പ്രൊജക്റ്റിലൊക്കെ ഒരു കൺവിൻസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് വാർത്തകൾ. അതായത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു ക്ലബ്ബ് തന്നെയാണ് ഇന്റർ കാഷി എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് ഹയസ്റ്റ് ലെവൽ, അതായത് ISL കളിക്കാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ചിട്ടുള്ള വർക്ക് അവർ സീസൺ തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ക്ലബ്ബ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ ചെയ്തിട്ടുള്ളതായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് 4ാം സ്ഥാനത്തൊക്കെ ലീഗിൽ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതിനേക്കാൾ വലിയ ലക്ഷ്യങ്ങളാണ്, അതായത് പ്രൊമോഷൻ പോലെയുള്ള ലക്ഷ്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പം തുടക്കം തന്നെ അവർക്കൊരു ഗംഭീരമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഹബാസിനെ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണെങ്കിലും ഇന്റർ കാഷി നമുക്കറിയാം ആദ്യം അറാട്ട ഇസുമി ഒരു ഇന്ററിംഗ് കോച്ച് എന്ന നിലയിൽ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തിയതാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു ഒരു പുതിയ കോച്ച് എന്താണെങ്കിലും വരും എന്നുള്ളത്. സോ ഹബാസ് ആകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നത് നമുക്കറിയാമല്ലോ നാഷണൽ ടീമുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കേട്ടിരുന്നൊരു പേരാണ് ഹബാസ്. അവസാനം വന്ന പേരുകൾ ഹബാസും അതുപോലെ മനോലോ ഒക്കെ ആയിരുന്നു. സോ മനോലോ ആ ഒരു ജോബിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഒരു ജോബിലേക്ക് അദ്ദേഹം ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഹബാസ് വരുന്നതോടുകൂടി നമുക്കറിയാം ഹബാസ് ഒരു നല്ല സാലറി ഒക്കെ മേടിക്കുന്ന ഒരു കോച്ചാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം ഇനി നല്ല പേ ചെയ്തിട്ട് കൊണ്ട് തന്നെ പ്ലേയേഴ്സിനെയും കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഹബാസുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ നിസ്സംശയം നമുക്ക് പറയാം എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പം ഇന്ത്യൻസ് ആണെങ്കിലും ഫോറിനേഴ്സ് ആണെങ്കിലും ഒക്കെ കൊണ്ടുവന്നേക്കാം. എനിക്ക് പേഴ്സണലി ISLലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളൊരു ക്ലബ്ബ് തന്നെയാണ് ഇന്റർ കാഷി. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് നോർത്ത് സൈഡിൽ നിന്നുള്ള ക്ലബ്ബാണ്. അപ്പോൾ അവിടുന്ന് കൂടുതൽ ക്ലബ്സ് ഉറപ്പായിട്ടും ISL ഒരു റെപ്രസെൻറ്റേഷൻ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ UP ആണ്. UP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് തന്നെയാണ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഏറ്റവും ഒരു പോപ്പുലേഷൻ, ഏതാണ്ട് 24 കോടി പോപ്പുലേഷനൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പം അവിടുത്തെ ആ ഒരു ജനസംഖ്യയുടെ ഒരു 1% എങ്കിലും ഈ ഒരു ക്ലബിന് അല്ലെങ്കിൽ ക്ലബിലേക്ക് ആകർഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ഹ്യൂജ് നമ്പറാണ്. അത് തന്നെ ഒരു ഹ്യൂജ് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത് അവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അവർക്ക് കളിക്കാൻ ഒരു പ്രോപ്പർ സ്റ്റേഡിയം വേണം. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരു മാച്ചോ മറ്റാണ് ഒരു വാരണാസി കളിച്ചിട്ടുള്ളത്. അത് ഏക്ക അരീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. അതങ്ങനെ ഒരു സ്റ്റേഡിയം എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാനുള്ള അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നുമില്ല. അങ്ങനെ ഫാൻസിൻ്റെ കളി കാണാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്താണെങ്കിലും അവരൊരു പുതിയ സ്റ്റേഡിയം, ഉള്ളൊരു സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്യാനുള്ളൊരു പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം സമ്പൂർണ്ണാനന്ദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഡിയം ഉണ്ട്. അത് എനിക്ക് 2022 അവസാനമോ മറ്റോ അതിൻ്റെ ഒരു റെനോവേഷൻ പരിപാടികളിലേക്കൊക്കെ പോകുമെന്നുള്ള വാർത്തകൾ വന്നതാണ്. ഇനി ഇന്റർ കാഷി അതൊരു ഹോം സ്റ്റേഡിയം ആയിട്ട് എടുക്കുമെന്നുള്ള വാർത്തകൾ നമ്മൾ മുമ്പ് വന്നതാണ്. ഒരു 10,000 കപ്പാസിറ്റിയൊക്കെയുള്ള സ്റ്റേഡിയമാണ്. അതൊരു ഗവൺമെൻറ് സപ്പോർട്ടോടുകൂടി തന്നെയുള്ളൊരു റെനോവേഷൻ പരിപാടികളൊക്കെ നടക്കുമെന്നുള്ളതായിരുന്നു വാർത്തകൾ. പിന്നെ ഉറപ്പായിട്ടും ഇന്റർ കാഷിക്കൊക്കെ നല്ലൊരു ഗവൺമെൻറ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് അവരെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ കാരണമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ അതും കൂടി ഒന്ന് സെറ്റാകണം. ഉറപ്പായിട്ടും ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം നാട്ടിൽ കളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലേ ആ ഒരു പോപ്പുലാരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്നാണെങ്കിലും ഇന്റർ കാഷിക്ക് അത് നേടിയെടുക്കാൻ സാധിക്കട്ടെ. അവരുടെ ഇപ്പം ഒരു വർഷമൊക്കെ ഒരു ടൈമുണ്ട്. അവർ ഈ പറയുന്ന പോലെ ഒരു 1-2 വർഷത്തിനുള്ളിൽ അവർക്ക് ISL എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ഒരു വലിയ നേട്ടം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സോ ഈ വർഷം തന്നെ എത്തിക്കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. സോ എന്താണെങ്കിലും ഒരു വലിയ മൂവ് തന്നെ നടത്തി ഇന്റർ കാഷി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.